നല്ല കാര്യം. എന്നാ പിന്നെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാം. സിസ്റ്റർക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുക. പ്രതാപ, അവര് പിന്നെ പോയി കാണട്ടെ. നമുക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടി രാവിലെ പോവാം. പ്രസവിച്ച മകള് പോലും ഇവന്റേതല്ല. ഋതികയോ? അവള് ഋതികയല്ല, കത്രികയാ. അവള് പ്രതാപന്റെ മകളല്ല. ചേച്ചി വെറുതെ ഓരോരുത്തരെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തല്ലേ. എടി, ഞാൻ സത്യമോ പറഞ്ഞേ. ജീവിതത്തില് ഇങ്ങനെ ഭീകരമായ വഞ്ചന അനുഭവിച്ചത് കൊണ്ടാവാം നല്ല പെൺകുട്ടികളെ കാണുമ്പോ അവനൊരു റെസ്പെക്റ്റാ. സത്യത്തിൽ സംയുക്തയോട് അവന് റെസ്പെക്റ്റാ. ഞാൻ എന്റെ അനിയനെ എന്റെ മോനേക്കാൾ ഉപരിയാ സ്നേഹിക്കുന്നേ. അതാ അവൻ ഇങ്ങനൊരു ചതി പറ്റിയതിനു ശേഷം ഞാൻ അവനെ ഇട്ടേച്ച് പോകാത്തത്. അവനെ എങ്ങനെയെങ്കിലും ഈ മാനസികാവസ്ഥയിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കണം. ഒരു നല്ല ജീവിതം അവനുണ്ടാക്കി കൊടുക്കണം. എന്നാ ഞാൻ കട്ട് ചെയ്യുവാണേ. വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു തന്ത്രമുണ്ട്. ആ പവിത്ര എന്ന സംയുക്തയുമായിട്ട് ഇവനെ കൂടുതൽ അടുപ്പിക്കണം. എന്നിട്ട് മൊത്തം അങ്ങ് വെടക്കാക്കണം. എല്ലാവരുടെയും സ്വസ്ഥത അങ്ങനെ തകരണം. മോനെ പ്രതാപ. ചേച്ചിയോ? ബാശി. ഞാനേ നിന്നോടൊരു കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എന്നോട് എന്തിനാ ചേച്ചി ഒരു മുഖവര? എന്താണെന്ന് വെച്ച് പറയുക. എന്തോ രാജു, ആ പോയിസൺ അച്ഛന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. വാ, എന്തിനാണെന്ന് നോക്കാം. നാളെ നമുക്കേ ആ പവിത്ര സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ ചേച്ചി? സിസ്റ്ററുടെ ബർത്ത്ഡേയാ. ഓ, ആശംസ പറയാൻ ചെല്ലണ്ടേ? എന്തെങ്കിലും ഒരു ഗിഫ്റ്റും വാങ്ങണം. അതിനെന്താ, നമുക്ക് പോവാനല്ലോ. ഗിഫ്റ്റും വാങ്ങിക്കൊടുക്കാം. പോകുന്ന വഴിക്ക് ആ ടൗണിൽ നിന്ന് വാങ്ങിച്ചാ പോരെ? അത് മതി. രാജു വാ. ആ, ഓ, പവിത്ര സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണല്ലേ രാജു? നമുക്ക് പോണ്ടേ? പിന്നെ നമുക്ക് പോണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. നല്ല കാര്യം. എന്നാ പിന്നെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാം. സിസ്റ്റർക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുക. പ്രതാപ, അവര് പിന്നെ പോയി കാണട്ടെ. നമുക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടി രാവിലെ പോവാം. അതെന്തിനാ ചേച്ചി? നമുക്ക് എല്ലാവർക്കും കൂടി കുടുംബസമേതം പോവാം. അതുപോലെ. എന്നാ ശരി പ്രതാപ. അതിരിക്കട്ടെ, ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാം അമ്മിണി വൈദ്യരുടെ ചികിത്സയാ. അമ്മിണി വൈദ്യരോ? അതാരാ? വല്യമ്മയാച്ച. ഓ, കലാമണ്ഡലം. അവർക്ക് വൈദ്യമൊക്കെ അറിയോ? അല്പമൊക്കെ അറിയാം സർ. എന്തായാലും മരുന്ന് ചെന്നപ്പോ ശ്രീക്ക് ചെറിയ മാറ്റങ്ങളുണ്ട്. ആ ഹരീഷ് അങ്ങോട്ടൊന്നും വരാറില്ലേ? ഇല്ല സർ. അവരുടെ ലൈഫ് ഇങ്ങനെ ആക്കുന്നത് ആ രുക്മിണിയാ. എന്തൊക്കെയായാലും ശ്രീലക്ഷ്മി ആയിട്ടുള്ള ഹരീഷിനെ പിണക്കം മാറ്റണം. ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അവരെ രണ്ടുപേരെ ഒരുമിപ്പിക്കണം. ശരി, നിങ്ങൾ ചെല്ലാം. ശരി സർ, വാ.
അനന്തപിള്ളയുടെ ആ മകൾ നന്ദന ഭാര്യയെ പോലെയാണെന്ന് അനന്തനങ്ങള് പറഞ്ഞത്. അനന്തനങ്ങള് എന്നെക്കുറിച്ച് അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ആരാ വിളിക്കണേ? ഇത് ഞാനാ, ദീപക്. അനന്തപിള്ള അങ്കിള് എല്ലാം പറഞ്ഞിട്ടില്ലേ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ദീപകേട്ടനെ കുറിച്ച്. ദീപകേട്ടൻ വിളിക്കൊന്നും പറഞ്ഞിരുന്നു കേട്ടോ. എന്താ വിളി വൈകിയേ? അല്ല, ഇത് അമേരിക്ക ആണല്ലോ അല്ലേ? തൃത്താലവും പട്ടാമ്പിയൊന്നും അല്ലല്ലോ? എന്താ അങ്ങനെ ചോദിച്ചേ? ഇത് ന്യൂയോർക്കാ. പേര് നന്ദനെന്നല്ലേ? അതെ, നന്ദന. എന്താ ദീപകേട്ടൻ ആ പേര് അത്രയ്ക്ക് ഇഷ്ടായോ? അയ്യോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്ദന. ഞാൻ നന്ദു അല്ല നന്ദുണിന്ന് വിളിക്കാം. നന്ദുണിന്ന് വിളിക്കരുത് കേട്ടോ, പഴന്തുണിന്ന് അർത്ഥം. അല്ല, നന്ദനയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് ഒത്തിരി സംസാരിക്കാം. അയ്യോ, ഇപ്പൊ പറ്റില്ല, ഞാൻ കോളേജിലേക്ക് പോവാ. ഇന്നേ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. ഇന്ന് എന്റെ നൃത്തം ഉണ്ട്. ദീപകേട്ടൻ വരുമ്പോഴേ നമുക്ക് നേരി കാണാം. നൃത്തം കഴിഞ്ഞ് വരുമ്പോ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കോ? ഞാൻ ഫോൺ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ താല്പര്യമില്ല. ആ, സമയായേ, ഞാൻ ഫോൺ വെക്കുകയാണേ. ഇത് US ആണെന്ന് പറഞ്ഞിട്ട് പഴങ്കഞ്ഞിയും പുളിച്ച തൈരും പപ്പടവും പോലെ ഉണ്ടല്ലോ. ഇനി എണ്ണ തേച്ച് കുളിച്ച് ചന്ദനം തൊട്ട വല്ല അലവലാതി ആയിരിക്കോ? ഒരു ഫോട്ടോ ഒപ്പിക്കാൻ എന്താ വഴി? ആ, നാടനാണെങ്കിലും കാണാൻ മോശമാവില്ല. രാജു, ഈ അച്ഛന് കണ്ട മനക്കിലൊക്കെ തെണ്ടി നടക്കേണ്ട കാര്യം എന്താ? അതിന് വർമ്മ സാറ് മനഃപൂർവ്വം പോകുന്നൊന്നും അല്ലല്ലോ. ആ അംബിക തള്ളിക്കൊണ്ട് പോകുന്നല്ലേ. അല്ലെങ്കിൽ തന്നെ വർമ്മ സാറിന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? സാറിന്റെ ഭാഗം റൈറ്റ് അല്ലേ? തന്റെ ജീവൻ രക്ഷിച്ച ഒരു സ്ത്രീയോട് ഉണ്ടാകുന്ന ഒരു കടപ്പാട്, അത്രയല്ലേ ഉള്ളൂ. ഇവര് ചുറ്റിക്കൊണ്ടുപോയി പെടുത്താതിരുന്നാ മതി. അവർ പെടുത്തും രാജു. അമ്മയോട് എന്നോടുള്ള പ്രതികാരം വീട്ടാൻ ഈ വൃത്തിയുടെ സ്ത്രീ എന്തും ചെയ്യും. ഇത് അവസാനിപ്പിക്കാൻ എന്താ രാജു ഒരു വഴി? ആ, നമുക്ക് അമ്മയെ വിളിച്ചൊന്ന് ആലോചിച്ചാലോ? അത് കൊള്ളാം, വിളിക്കാം. ആ, മോള്, അമ്മ ഞങ്ങളൊരു വിവരം പറയാനാ വിളിച്ചത്. എൻ്റെ അടുത്ത് രാജു ഉണ്ട്. എന്താ മോളെ? അമ്മ, ഒരു വലിയ വിഷയം ഉണ്ടായി. ഞാനത് ആദ്യം അമ്മയോട് പറയാം. നാളെ നമുക്കേ ആ പവിത്ര സിസ്റ്ററിന്റെ വീട് വരെ ഒന്ന് പോണം.